നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആദിയിൽ ഹല്ലേലൂയ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആദ്യം പറഞ്ഞത് നീ സകലത്തിന്മേലും വാഴുക എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ വാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് ഒരു ആഹ്വാനമായിട്ടല്ലായിരുന്നു ദൈവം പറഞ്ഞത്, അതൊരു കൽപ്പനയായിട്ടായിരുന്നു. വേദഭാഗം വായിച്ചവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം സകലത്തെ സൃഷ്ടിച്ചിട്ട്, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറയുക, നീ സകലത്തിന്മേലും വാഴുക എന്ന് കൽപ്പിച്ചു. കേട്ടവരൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി ഞാൻ സഭയോട്, പുതിയ നിയമസഭയോട് വിളിച്ചു പറയുക, കാൽവറി ക്രൂശിൽ കൂടെ ആ വാഴ്ചയെ തിരിച്ച് മടക്കി തന്നിട്ട് അവൻ തന്റെ 12 ശിഷ്യന്മാരെയോ കൈവച്ചയച്ച 70 ശിഷ്യന്മാരെയോ അടുക്കൽ വിളിച്ചിട്ട് പറയുക, ഹല്ലേലൂയ, അവൻ ആഹ്വാനം ചെയ്യുകയല്ല, അവൻ കൽപ്പിക്കുകയാണ്, സകല സൃഷ്ടിയുടെ മേലും വാഴുക. എന്താ വാഴുക എന്ന് പറഞ്ഞ? വാഴുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രതലങ്ങളെയോ നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ സ്ഥലങ്ങളെയല്ല. നീ നിൽക്കുന്നിടത്തെല്ലാം നിനക്ക് വാഴുവാൻ അധികാരമുണ്ട്. നീ ആകാശത്തിന്മേൽ കൈ ചൂണ്ടിയ ആകാശം നിന്റെ വാക്ക് കേട്ടേ പറ്റുകയുള്ളൂ. പർവ്വത നിരകളോട് നീ നിന്റെ വിരൽ ചൂണ്ടിയ ആ പർവ്വത നിരകൾക്ക് നിന്റെ വാക്കനുസരിച്ചേ പറ്റുകയുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? അവൻ നിന്നോട് ആഹ്വാനം ചെയ്തതല്ല, അവൻ നിന്നോട് കൽപ്പിച്ചതത്രേ. വാഴുക.